ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശൻ കലിതുള്ളി അങ്ങനെ നിൽക്കുകയാണ്. പ്രകാശിനെയും വിക്രത്തിനെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി ശരണിയൊക്കെ കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പ്രകാശൻ, ആരുടെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഇവർക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ രാഹുലിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ശാരിയും സരയും മനുവും സംസാരിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല, ഇന്നെന്തായാലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സരയ് പറയുന്നുണ്ട്, എന്തായാലും അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്ന് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്, അസുഖമൊന്നും ഇല്ലെന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഡോക്ടറെ കണ്ടിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും വിശദമായി പറയണം മനുവേട്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മനു ആണെങ്കിൽ അവിടെ നിന്നിട്ട് ശാരിയെയും സരയിനെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരിയെയും സരയുനെയും കാണാൻ വേണ്ടി വഴിയരികിൽ വെച്ചിട്ട് നമ്മുടെ പ്രകാശൻ കാണുന്നുണ്ട്. അപ്പോൾ പ്രകാശന് തനിക്ക് പറ്റിയ കാര്യങ്ങളും തന്നെ കുറച്ച് പണം തന്നിട്ടെങ്കിലും സഹായിക്കണം എന്നൊക്കെ രാഹുലിനോട് ആവശ്യപ്പെടാനാണ് വന്നിരിക്കുന്നത്. അപ്പോഴായിരിക്കും രാഹുലിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളതും. അതുപോലെ തന്നെ ശാരി പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കാരണം വെച്ചാൽ രൂപ പകുതി സ്വത്തുകൾ മോളുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും ചെയ്തിട്ടില്ല, ബാക്കി പകുതിയാണെങ്കിലും സോണിയുടെയും ആൽബിയുടെയും പേരിൽ അവൾ എഴുതി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനെ ശാരി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കിരണും കല്യാണിയും കൂടി പറയാണ്, വിക്രം എന്ന് പറയുന്നവനെ എത്രയും വേഗം ജയിലിലാക്കണം, അവൻ ജയിലിൽ കിടക്കേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്